ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്നലെ ആണ് നമ്മുടെ ട്രിവാൻഡ്രം LDC എക്സാം കഴിഞ്ഞത്. നിങ്ങൾ എല്ലാവരും പേപ്പർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ പേപ്പർ എടുത്ത് നോക്കുക, കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. കാരണം നമ്മുടെ മുന്നിലുള്ള എക്സാമിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മുടെ ഇന്നലെ കഴിഞ്ഞ LDC. അതാണ് നമ്മുടെ ആദ്യത്തെ എക്സാം. അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാവരും എന്തെടുക്കുക, എക്സാം പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ വീക്ക് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗമാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്. അപ്പോൾ വീക്ക് പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് നമ്മുടെ ഇന്നലെ കഴിഞ്ഞ LDC പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അത് മാത്രമല്ല, 100 ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക, എന്നിട്ട് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ട് അത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഭയങ്കര ലിമിറ്റഡ് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സ്മാർട്ട് വർക്ക് യൂസ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ളവരുടെ കൂടെ ഓടിയെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലത്തെ എക്സാമിൻ്റെ പേപ്പർ എടുക്കുക, അത് വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുക. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഇട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൾറെഡി ഇട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ല ക്വാളിറ്റി കണ്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനൽ നോക്കാം. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നോക്കിയാൽ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് എന്താ പറയുക, കാര്യക്ഷമമായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർ ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അല്ലാത്തവർ നമുക്ക് യൂട്യൂബ് ചാനൽ മറ്റേ നിങ്ങൾക്ക് ഒരു റെഡിമെയ്ഡ് പായസം വാങ്ങുന്ന പോലെയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നമുക്ക് യൂട്യൂബ് ചാനൽ നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് മേക്കിലും കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ആൻഡ് നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ 7ാമത്തെ ദിവസത്തിലേക്ക് അടയ്ക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് ജോലി തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ആ ദിവസം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് അതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു 6 ദിവസത്തെ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയാന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി, അതേപോലെ തന്നെ എക്കണോമിക്സ് നോക്കി. അത് ഈ രണ്ടുമാണ് നമ്മൾ പൊതുവിജ്ഞാന ഭാഗത്തു നിന്ന് മെയിനായിട്ട് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ കറണ്ട് അഫെയർസും നോക്കിയായിരുന്നു. എല്ലാവരും കുറച്ച് വേഗത്തിലാണ് പോകുന്നതെന്ന് അറിയാം. എന്നാലും നമുക്ക് വളരെ സമയം ഭയങ്കര കുറവാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും ഓടിപ്പിടിക്കുക. അപ്പം എല്ലാവരും പരമാവധി ശ്രമിക്കുക. ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഇതെല്ലാവരും കവറപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതിലൊരു ദിവസം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം കൊണ്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച പഠിച്ചത് ഒന്നുകൂടി നോക്കാനായിട്ടാണ് ഈ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിനായിട്ട് ഈ ഒരു 7 ടോപ്പിക്കും, അതേപോലെ എക്കണോമിക്സ് ഈ ഒരു 7 ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. ഈ ഒരു 8ാമത്തെ പോർഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല, ടൈം ടേബിൾ ഇട്ടുണ്ടായില്ല. ഇത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ ഇലക്ഷനെ പറ്റിയോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ചോദ്യ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇലക്ഷനെ പറ്റി ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. 2016 ജൂണിൽ ആരായിരുന്നു മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇലക്ഷനെ പറ്റി ഒരു ബേസിക് ഐഡിയയും കഴിഞ്ഞ ഇലക്ഷൻസിൻ്റെ ഡേറ്റുകളും അത് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കിയാലേ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാമിന് നമ്മുടെ കേന്ദ്രമന്ത്രിസഭയായിട്ട് റിലേറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ഷനും അതേപോലെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഭയങ്കര റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാവരും നോക്കി വയ്ക്കുക, പുതിയ സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ നാളെ ഈ ഒരു ചാപ്റ്ററും കൂടി ഇതിൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നോക്കുന്നുണ്ട്. അതായത് ചാപ്റ്റർ 9, 9ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് 9ലെ ചാപ്റ്റർ 8 തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതൊക്കെയാണ് നോക്കിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി, അതുപോലെ മൗലികാവകാശം, മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ഭേദഗതികൾ, ലിസ്റ്റ്, കടം കൊണ്ടുപോവുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ പൗരത്വമൊക്കെ വന്നത്, അത് നമ്മൾ പ്രീവിയസ് PYQ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒപ്പം നോക്കിപ്പോയാലും മതിയാവും. പിന്നീട് നമ്മൾ എക്കണോമിക്സ് നോക്കിയത് സാമ്പത്തിക രംഗം, അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, ധാതുക്കൾ, നവസാമ്പത്തിക പരിഷ്കാരം, ഹരിത വിപ്ലവം, നീതി ആയോഗ്. നമുക്കറിയാം ഹരിത വിപ്ലവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ എക്സാമിൽ ഹരിത വിപ്ലവത്തിന് റിലേറ്റഡ് ആയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം അതിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഭയങ്കര ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് നോക്കാണ്ട് പോകരുത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പരമാവധി എല്ലാ ഫാക്ട്സും നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. എക്കണോമിക്സ്, സാമ്പത്തിക രംഗം, അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, ധാതുക്കൾ, വ്യവസായങ്ങൾ, നവസാമ്പത്തിക പരിഷ്കാരം, ഹരിത വിപ്ലവം. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മുടെ എക്കണോമിക്സ് പാർട്ടിൽ വന്നിട്ടുണ്ടായത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്സിൽ ഈ ആഴ്ച നോക്കിയതായിരുന്നു ശതമാനം, അതുപോലെ ലാഭവും നഷ്ടവും, അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സമയവും ദൂരവും. അതുപോലെ
ഇംഗ്ലീഷ് മെയിനായിട്ട് നോക്കിയിരുന്നത് നമ്മൾ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി, ടാഗ് ക്വസ്റ്റ്യൻ, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് വേർബ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ ഒരു ഓർഡറിലല്ലല്ലോ പോകണേ ഇംഗ്ലീഷ് എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു ടെലിഗ്രാം ചാനലാണ്, അതായത് PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്, PSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനൽ. അപ്പോൾ അത് ആസ് എ ബിഗിനർ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൊരു സാധാരണക്കാരൻ്റെ ഒരു ബേസ് ഇട്ട് മനസ്സിലാക്കണ പോലെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ആസ് എ ഫ്രഷറിനെ എങ്ങനെ പോകണം ആ ഒരു ഓർഡറിലാണ് ഞാനും പോണത്. അപ്പോൾ ആ ഒരു ചാനൽ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓർഡറിൽ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗകര്യം അല്ലെങ്കിൽ മനസ്സിലാവുക ഞാൻ പറഞ്ഞതിനേക്കാളും ഉപരി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ പോണത്. പിന്നെ അതുപോലെ വാചകങ്ങൾ നമ്മൾ നോക്കിയത് വാചകം, ദ്യോതകം, അതായത് ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങിയത്. പിന്നെ വിഭക്തി നോക്കി, സന്ധികൾ നോക്കി, സമാസം നോക്കി. അപ്പോൾ സന്ധികൾ സമാസം ഇത്തിരി വലിയ ടോപ്പിക് ആയതുകൊണ്ടും കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അത് 2 ദിവസം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ മാത്രം 4 ടോപ്പിക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ വീക്കിൽ നോക്കാനുള്ളത്. നിങ്ങളുടെ റിവിഷൻ പ്ലാനെ കൃത്യമായിട്ട് പോകണമെന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ LDCയുടെ എക്സാം പേപ്പർ എടുത്തിട്ട് ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അത് റിലേറ്റഡ് ഫാക്ട്സ് ഇപ്പോഴും നമ്മൾ പഠിച്ചു വയ്ക്കുക. ഈ രീതിയിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ 2 ദിവസം എന്നെ കണ്ടായിപ്പോൾ ഞാൻ ആരൊക്കെയോ കമൻറ്റ് കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞൊരു സന്തോഷം. അപ്പോൾ താങ്ക് യു.